ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ കളക്ഷൻ ആയിട്ട് ഒരുപാട് സാരീസ് വന്നിരിപ്പുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ കാണിക്കാനായിട്ട് കുറച്ച് ഡിലേസ് വരുന്നുണ്ട്. ഓൾറെഡി നമുക്കിപ്പോൾ ഒത്തിരി വർക്കുള്ള ഒരു സമയം, നമ്മുടെ ഒരു ബൾക്കായിട്ടുള്ള ഓർഡേഴ്സിന്റെ ഒക്കെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് വീഡിയോസ് കുറയുന്നതും അതുപോലെ ഈ വീഡിയോസ് ഒക്കെ ലേറ്റ് ആവുന്നതും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ വീക്ക്ലി ട്വൈസ് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള സിൽക്കി കോട്ട സാരിയിൽ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു സാരിയാണ്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ ആയിട്ട് എൻഡ് വരുന്ന ആ ഒരു എൻഡിലാണ് രണ്ട് ബഞ്ചായിട്ട് ഈ ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു മജന്തയും പിങ്കും ഉള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും അതിന് എല്ലാം മിഡിൽ പോർഷനിൽ ഓരോ ബീഡ് വർക്ക്സും ഒക്കെ കൊടുക്കുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല സിമ്പിൾ ആണ്. കളർ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ നോർമലി കാണുന്നതാണ്. എന്നാൽ പോലും ആ ഒരു ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ എപ്പോഴും നല്ലൊരു ഡിമാൻഡിങ് ആയിട്ടും നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും കണ്ണിനൊരു കുളിർമ തരുന്ന പോലത്തെ നല്ലൊരു ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഉടുത്ത് വരുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കും ഒരു കുറച്ചുകൂടി ഒരു എടുപ്പൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷനാണ് ബ്ലൂ പിങ്ക് എന്ന് പറയുന്നത്. ആ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. രണ്ട് ബഞ്ചസിന്റെ പല്ലു പോർഷനിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിറച്ച ആ ഒരു ഫ്ലവേഴ്സിന്റെ ആ ഒരു നമ്മൾ ഉടുത്ത് വരുമ്പോൾ നിറച്ച ആ ഒരു പല്ലു പോർഷൻ ഡിസൈൻ വരുന്നത് പോലെയാണ്. ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വീണ്ടും ഇതിനകത്ത് ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷൻ വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ 2-3 ഫ്ലവേഴ്സ് മാത്രമായിട്ട് ഇതിന്റെ എൻ പോർഷനിൽ ഇതുപോലെ ആ ഒരു ലീവ്സ് ഇല്ലാതെ ജസ്റ്റ് ആ ഒരു 2 ഷെയ്ഡ്സിൽ ഉള്ള ഫ്ലവേഴ്സ് റാൻഡം ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഈ ഒരു ഉള്ളിൽ വരുന്ന എൻഡിൽ ഇങ്ങനെ ഒരു 3-4 ഫ്ലവേഴ്സും ലീവ്സും വരുന്ന ഒരു പാറ്റേണിൽ ചെറിയൊരു ഡിസൈനും ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പല്ലു പോർഷൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഇതുപോലെ നമ്മൾ ആ നേരത്തെ പല്ലുവിൽ കണ്ട പോലെ തന്നെ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഒരു ചെറിയ ഡിസൈൻ ഉണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ്. ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു 3 ഫ്ലവേഴ്സും ലീവ്സും വരുന്നൊരു പാറ്റേണിൽ റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ പല്ലു പോർഷനിൽ കണ്ടതുപോലെയുള്ള ഡിസൈൻസ് രണ്ടെണ്ണം, അതായത് 2 ബഞ്ച് വരുന്നത് പോലത്തെ 2 ഡിസൈൻ, മൊത്തം 4 ബഞ്ച് ഈ ഒരു പാറ്റേണിൽ അടുക്കിയേക്കുവാണ്. ആ ഒരു രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇതിന്റെ സെന്റർ വരുന്ന പോർഷൻ ഈ പറഞ്ഞ 3 ഫ്ലവേഴ്സും ലീവ്സും വരുന്ന ഒരു പാറ്റേണിൽ ചെയ്തിരിക്കുവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. നന്നായിട്ട് വർക്കാണെങ്കിലും നല്ലപോലെ ഈ പറഞ്ഞ പോലെ ഡിസൈൻ. നമ്മൾ നോർമലി ഇതുപോലത്തെ ഓരോ ബ്രാഞ്ചസ് ഒക്കെ കൂടുതലും ഈ പറഞ്ഞ പോലെ സാരീസിലൊക്കെ വരുന്നത്. ഇപ്പം അടുപ്പിച്ചാണെങ്കിൽ പോലും ആ ഒരു 2 ബ്രാഞ്ചസ് വീതം വരുമ്പോഴത്തേനും നിറച്ച് ആ ഒരു എംബ്രോയിഡറി നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇച്ചിരി വീതിയിലുള്ള ഫ്ലീറ്റ്സ് ആയിട്ടൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഫുൾ എംബ്രോയിഡറിയും കണ്ട് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലുള്ള എംബ്രോയിഡറിയാണ്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും സെയിം ആ ഒരു 2 ബ്രാഞ്ചസ് 2 ബഞ്ച് വരുന്നത് പോലെ ഡിസൈൻ സ്റ്റാൻഡിങ് പോസിൽ ചെയ്തിരിക്കുവാണ്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2425 ആണ്. 2425 റുപ്പീസ് ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഈ ഒരു സാരി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു റോയൽ ബ്ലൂ കളറിലെ സിൽക്കി കോട്ട സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് പ്ലെയിൻ സാരി ആയിട്ടാണെങ്കിൽ പോലും നല്ലൊരു വർക്കുള്ള ബ്ലൗസ് ഒക്കെ വെച്ച് പെയർ ചെയ്താൽ തന്നെ കാണാൻ ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ്. എല്ലാവർക്കും ഒക്കെ സ്യൂട്ട് ആവുന്ന ഷെയ്ഡുമാണ്. ഇതിനകത്ത് ഒരു പിങ്ക് ടോണി വരുന്നത് കച്ച് വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. കച്ച് വർക്ക് എംബ്രോയിഡറി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ട് ഉള്ളൊരു ടൈപ്പ് എംബ്രോയിഡറി ആണ്. അതിനേക്കാൾ അപ്പുറം അതിനൊരു ട്രഡീഷണൽ ടച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ട്രഡീഷണൽ എംബ്രോയിഡറീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു കച്ച് വർക്ക് എംബ്രോയിഡറി വരുന്നത്. ഇതിനകത്ത് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, അതായത് പിങ്കിന്റെ ലൈറ്റും ഡാർക്കും ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ കച്ച് വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇത് പല്ലുവിന്റെ ആ ഒരു മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണ്. ഏറ്റവും എൻ പോർഷനിൽ ഒരു വലിയ ഡിസൈൻ വന്നിട്ട് അതിന്റെ ചുറ്റും വരുന്നത് പോലെ കുറച്ച് ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിന്റെ പല്ലുവിന്റെ എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ
ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ഉള്ളിൽ വരുന്നത്. പല്ലുവിൻ്റെ തന്നെ ഉള്ളിൽ വരുന്ന എൻ പോർഷനിൽ ആ ചെറിയ ഡിസൈൻ 3 എണ്ണമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു സാരിയിലെ ഡിസൈൻസ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ തന്നെയാണ് കച്ച് വർക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉടുത്ത് വരുമ്പോഴത്തേനും ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എലമെന്റ് ഹൈലൈറ്റ് ചെയ്ത് ഉടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ്. സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ കൂടിയാണ്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഈ ഒരു ബോട്ടം പോർഷനിലാണെങ്കിലും ഇങ്ങനെ റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ ഇങ്ങനെ ആ ഒരു സ്മോൾ സ്ക്വയർ ഡിസൈൻ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വരുന്ന പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ആ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ കണ്ട ആ സെയിം ആ ചെറിയ സ്ക്വയർ ഡിസൈൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് നമ്മുടെ ആ റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് ഉള്ളിലോട്ട് ആ ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെയാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം ഡിസൈൻസ് കാണുകയും ചെയ്യും. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടും ഒക്കെ തോന്നുന്ന പോലത്തെ ഒരു നല്ലൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു ട്രഡീഷണൽ ആ ഒരു എംബ്രോയിഡറിയുടെ എല്ലാ എലഗൻസും വരുന്ന പോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2550 rupees ആണ്. ഈ ഒരു സാരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. നെക്സ്റ്റ് വീണ്ടും ഒരു സിൽക്കി കോട്ട സാരി തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡിൽ പർപ്പിൾ ഷെയ്ഡിൽ വെച്ചിരിക്കുന്ന ഷാഡോ എംബ്രോയിഡറി വരുന്ന ഒരു സാരിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ഷാഡോ വർക്കിന്റെ എല്ലാ എലഗൻസും വരുന്നൊരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലാവൻഡറിന്റെ തന്നെ ഡാർക്ക് ടോണിൽ വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഫ്ലവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതിനെ കോൺട്രാസ്റ്റ് ചെയ്ത് കാണാവുന്ന പോലത്തെ ഒരു ഗ്രീൻ കളറാണ് അതിനെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ് ചെയ്തിരിക്കുന്ന ഒരു ഷാഡോ വർക്ക് എംബ്രോയിഡറി ആണ് ഇതിന്റെ. ബാക്ക് സൈഡ് ഒക്കെ ആണെങ്കിലും വളരെ ഫിനിഷിങ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. പല്ലുവിലാണെങ്കിൽ നിറച്ച് എംബ്രോയിഡറി ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പല്ലുവിന്റെ എൻ പോർഷൻ ആണ്. അതായത് പല്ലുവിന്റെ എൻ പോർഷനിൽ ഇതുപോലെ രണ്ട് വശത്തും ഓരോ വലിയ ഡിസൈൻസും നടുക്ക് ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈനും വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷൻ ചെയ്തിരിക്കുന്നത്. ആ ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള വർക്കുമാണ്. അതുപോലെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഡിസൈനുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോർമലി നമ്മൾ സാരിയിൽ വരാറില്ലാത്തൊരു പാറ്റേണിൽ ഇതിന്റെ പല്ലുവിന്റെ ഉൾവശത്ത് വരുന്ന ആ ഒരു ബോർഡറിലും ഇതുപോലത്തെ ആ ഒരു ഉൾവശത്ത് വരുന്ന റണ്ണിങ് പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഫ്രണ്ടിലോട്ടൊക്കെ എടുത്ത് കുത്തുന്ന ആ ഒരു ഭാഗം, അവിടെ തന്നെ ഇങ്ങനെ 3 ഡിസൈൻസ് വന്നിട്ടുണ്ട്. അതായത് എൻഡിലെ ഒരു ഡിസൈൻ കൂടാതെ 2 ഡിസൈൻസ് കൂടെ വരുന്ന ഒരു പാറ്റേണിൽ ഇങ്ങനെ സിംഗിൾ ഫ്ലവേഴ്സ് വരുന്ന ഒരു പാറ്റേണിൽ നമ്മൾ അതുകൊണ്ട് തന്നെ സിംഗിൾ ഫ്ലീറ്റ് ആയിട്ട് മുമ്പോട്ട് പിടിച്ച് സാരി വെക്കുവാണെങ്കിൽ കാണാവുന്ന പോലെയും ഡിസൈൻസ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയുള്ള ആ ഡിസൈൻസ് അങ്ങനെ ആ ഒരു എൻഡിലും അതുപോലെ മെയിൻ എൻഡിലും നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് കാണുന്ന എൻഡിലും ഇതുപോലെ 2 ഡിസൈൻസ് ആ സെയിം പോർഷനിൽ വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിനകത്ത് ടോട്ടലായിട്ട് 5 ആയിട്ടുള്ള സിംഗിൾ ഫ്ലവർ ഡിസൈനും 2 വലിയ ഡിസൈനും ഇതിന്റെ പല്ലു പോർഷനിൽ തന്നെയുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ആ നേരത്തെ കണ്ട സിംഗിൾ ഫ്ലവർ പാറ്റേണിൽ വരുന്ന ഡിസൈൻസ് 3 എണ്ണമാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. വേണ്ട, ഇതുപോലെ 3 എണ്ണമാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. നമുക്ക് ഒരുപാട്, ഞാൻ നേരത്തെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു, ഒത്തിരി ആൾക്കാർ നമുക്ക് ഷാഡോ വർക്കിന്റെ ഒരു ആരാധകരായിട്ടുള്ള ഒരുപാട് പേർ നമുക്കുണ്ട്. അങ്ങനത്തെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഷാഡോ വർക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഷാഡോ വർക്ക് സാരി അവൈലബിൾ ആയിട്ടുണ്ട്. സിൽക്കി കോട്ട മെറ്റീരിയലിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരിയാണ്. അപ്പൊ ഇതിന് ചെസ്റ്റ് പോർഷനിൽ ഈ ഒരു 3 ഡിസൈൻ ഉള്ളത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പം ഒരു ഡിഫറെന്റ് ആയിട്ട് ഇതുപോലെ ചെറിയ ഡിസൈൻസ്, അതായത് നമ്മളിപ്പോൾ കണ്ട ഫ്ലവർ ഡിസൈൻസിന്റെ തന്നെ ചെറിയ പോർഷൻ, നമ്മൾ ആ വലിയ ഡിസൈൻ കണ്ടതിനകത്തൊരു ചെറിയ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേണിൽ വരുന്ന പോലത്തെ ചെറിയ ഡിസൈൻസ് ഇതുപോലെ വരുന്നത് പോലെയാണ് ഇതിന്റെ ബോട്ടം പോർഷൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷൻ മുതൽ ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഡിസൈൻസ് വരുന്നൊരു പാറ്റേണിൽ ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ബോട്ടം പോർഷനിലെ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ വരുന്ന ഡിസൈൻസ്. ഉടുത്ത് വരുമ്പോൾ
ഫുൾ കാണാവുന്നത് പോലെ തന്നെ ഡിസൈൻസ് ഉള്ളൊരു പാറ്റേൺ ആണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2795 ആണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2795 rupees ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പീച്ച് ഷെയ്ഡിലെ സിൽക്കി കോട്ട സാരിയാണ് കാണിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം കാണിച്ച സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട വരുന്ന സാരീസ് ആയിരുന്നു. ഇത് വേറൊരു ചെക്ക് പാറ്റേണിൽ വരുന്നതായിട്ടുള്ള ഒരു സാരിയാണ്. വളരെ കുറച്ചും കൂടി ഒരു ഫ്ലോയി ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. അതുപോലെ ഈ ഒരു ചെക്ക് പാറ്റേൺ ആണ്. ഇതിനകത്ത് ഹോൾസ് വരുന്നൊരു പാറ്റേൺ അല്ല വരുന്നത്. അതിന് പകരം ഇത് ഇച്ചിരി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ സെൽഫ് ആയിട്ടുള്ള ചെക്സ് വരുന്ന പാറ്റേണിലുള്ള സിൽക്കി കോട്ട മെറ്റീരിയലാണ്. ഇതിനകത്തും കച്ച് വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ആ ഒരു പീച്ചിനെ കോൺട്രാസ്റ്റ് ചെയ്ത് കാണാവുന്ന പോലെ ബ്ലൂ കളറിലെ കച്ച് വർക്ക് എംബ്രോയിഡറി ആണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ചെറിയ മോട്ടീവ്സ് ആണെങ്കിലും ഈ ഓരോ ഫ്ലവറും കച്ച് വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഫ്ലവർ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. ഞാൻ ഓൾറെഡി നേരത്തെ കച്ച് വർക്ക് സാരിയിൽ പറഞ്ഞതുപോലെ ഇതിനകത്ത് വീണ്ടും ഡിസൈൻസ് ഈ പറഞ്ഞ പോലെ പല്ലുവിൻ്റെ എൻ പോർഷനിൽ ഒരു ചെറിയ ഡിസൈൻ ഉണ്ട്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 2 ഡിസൈൻസ് ആണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. ഇതുപോലെ സെയിം സൈസിൽ വരുന്ന പോലത്തെ ഡിസൈൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലത്തെ 5 ഡിസൈൻസ് ആണ് വരുന്നത്. ഇതുപോലെ 5 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ആ ഒരു ബ്ലൂവിന്റെ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് വരുന്നത് പോലെ തന്നെയാണ് ഇതിനകത്തും ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂവും വൈറ്റും കൂടെ എലമെന്റിലാണ് ഇതിനകത്ത് ഡിസൈൻസ് എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡെപ്ത് ഉള്ള ഒരു പാറ്റേണിൽ തന്നെ ചെയ്തിരിക്കുന്ന ആ ഒരു കച്ച് വർക്ക് എംബ്രോയിഡറി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണിച്ചിരുന്ന ഓൾമോസ്റ്റ് എല്ലാ സാരിയിലും ബോട്ടം പോർഷനിൽ ഡിസൈൻസ് ഇതുപോലെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്ന ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിനകത്തും എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം പോർഷനിൽ റൈറ്റ് ലെഗ് പോർഷൻ തൊട്ടിട്ട് ആ ഒരു ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്തും എംബ്രോയിഡറി ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ ആ ഒരു ബോർഡർ പോർഷനിലെല്ലാം തന്നെ എംബ്രോയിഡറി ഡിസൈൻസ് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരിയിലും ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2675 ആണ്. 2675 rupees ആണ്. ഷിപ്പിംഗ് ചാർജ് എല്ലാ സാരീസിലും അഡീഷണൽ ആയിരിക്കും. അത് പ്ലേസ് അനുസരിച്ച് ഇപ്പൊ നമുക്ക് കേരളത്തിനുള്ളിലാണെങ്കിൽ ഒരു സാരിക്ക് 60 rupees ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. പിന്നെ ഡിസ്റ്റൻസ് അനുസരിച്ച് അതിൽ ചേഞ്ചസ് വരുന്നതായിരിക്കും. ഈ കാണിച്ച ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാരീസ് കസ്റ്റമൈസ് ചെയ്യാനുണ്ടെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും മെഷീൻ എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി നമ്മൾ കറന്റ് അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് എടുക്കുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി കുറച്ച് ബൾക്ക് ഓർഡേഴ്സ് ഇരിപ്പുണ്ട്. മെഷീൻ എംബ്രോയിഡറി ആണെങ്കിലും നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് ഇപ്പം ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊരു ബൾക്ക് ഓർഡേഴ്സിൻ്റെ ഒരു ടൈമാണ്. എന്നാലും മാക്സിമം ഈ പറഞ്ഞ പോലെ നമ്മൾ ഓർഡേഴ്സ് ഒക്കെ ചെയ്തു തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.